ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നിൻ്റെ രാജ്യത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ഒരു ബലിയായി തീരാനായിട്ട് ഉള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക് തരണേ. നിൻ്റെ പുത്രൻ ഒരു ബലി അർപ്പിച്ചതുപോലെ നീ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതവും ഒരു ബലിയായി ഹോമിക്കാനുള്ള ഒരു വലിയൊരു കൃപ നീ ഞങ്ങൾക്ക് തരണേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ നിൻ്റെ പുത്രനെ ഒരു ബലി അർപ്പിക്കാൻ ഒരുക്കിയതുപോലെ ഒരു ബലിയർപ്പണ ജീവിതത്തിലേക്ക് ഞങ്ങളെയും നീ കൈപിടിച്ച് നടത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15:13, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ല. ഈ വചനം എപ്പോഴും വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നൊരു വിശുദ്ധനുണ്ട്, ഫാദർ ഡാമിയൻ. ആള് മൊളോക്കോ ദ്വീപിൽ നമുക്കറിയാം കുഷ്ഠരോഗികളെയൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് ധൈര്യപൂർവ്വം പുറപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഫാദർ ഡാമിയനും കുഷ്ഠരോഗം പിടിക്കുക. എന്നാൽ അവർക്കിടയ്ക്കാണ് ശുശ്രൂഷ ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ഫാദർ ഡാമിയൻ്റെ ഈ കൈയൊക്കെ അറ്റുപോകാൻ തുടങ്ങി, അഴുകിപ്പോകാൻ തുടങ്ങി. 2-3 വിരലൊക്കെ അറ്റുപോയി. ഇങ്ങനെ ഒരു മുഷ്ടി മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഫാദർ ഡാമിയൻ്റെ മടിയിൽ കിടന്ന് ഒരു കുഷ്ഠരോഗി മരിക്കുന്നുണ്ട്. മരിക്കുമ്പോൾ ഫാദർ ഡാമിയൻ ഈ വിരളൊന്നുമില്ല, മുഷ്ടി മാത്രമേ ഉള്ളൂ, ഇത് വെച്ചിട്ട് ആ മനുഷ്യൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരച്ച് കൊടുക്കുന്നുണ്ട്, സമാധാനത്തോടെ പോയിക്കൊള്ളുക. അപ്പോഴാ രോഗി ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, ഫാദർ ഡാമിയൻ, അങ്ങല്ല, മറ്റൊരു ക്രിസ്തുവാണ് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചത്, ഞാൻ സമാധാനത്തോടെ പോകുക. കാരണം ആ സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ബലി കൊടുത്ത് ഒരു കുഷ്ഠരോഗിയായി മാറിയ ഒരു വിശുദ്ധനാണ് ഫാദർ ഡാമിയൻ. ഇതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്ന ഒരു ശുശ്രൂഷകനായിട്ട് നീ മാറാവോ. അപ്പോൾ ഇത് ആദ്യമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വന്നായിരുന്നു. കാരണം ഇന്ന് എനിക്കൊരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതന് വേണ്ടി, അതുപോലെ തന്നെയാണ് മാക്സിമിലിയൻ കോൾബെ അല്ലേ, ഒരു പ്രിയപ്പെട്ട സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവൻ ഹോമിക്കുക. അവനെ വിട്ടേക്ക്, അവന് പകരം എന്നെ കൊന്നു. എന്നിട്ട് മാക്സിമിലിയൻ കോൾബയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ ചടങ്ങിൽ ഈ സംഭവം മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു വലിയൊരു സ്വരം ഉയർന്നു വന്നു, അത് ഞാനാണ്, ആ രക്ഷപ്പെട്ട വ്യക്തി ഞാനാണ്, എനിക്ക് വേണ്ടിയാണ് മാക്സിമിലിയൻ കോൾബെ കൊല്ലപ്പെട്ടത്. ക്രിസ്തു ചെയ്തത് ഇതല്ലേ, നമുക്കൊക്കെ വേണ്ടി മരിച്ചു. എന്നോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ സ്നേഹം ഇതാണ്, എനിക്ക് വേണ്ടി ഒരു ദൈവം മരിച്ചു, കുരിശിൽ മരിച്ചു. ദൈവം മരിച്ചിട്ടുണ്ടേ. അപ്പോൾ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇനി നമ്മളങ്ങനെ ജീവൻ ബലി കൊടുത്തു എന്നിരിക്കട്ടെ, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതന് വേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, എനിക്ക് ഇനിയും സ്നേഹിതന്മാരുണ്ടല്ലോ, അപ്പോൾ ഒരാൾക്ക് വേണ്ടിയല്ല നമ്മൾ മരിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കർത്താവ് പറയുകയാണ്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ സ്നേഹിതർ എന്നിവിടെ പറഞ്ഞേക്കുന്ന ബഹുവചനമാണ്, പ്ലൂറലാണ്, സിംഗുലർ അല്ല. അപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെ വീണ്ടും വീണ്ടും മരിക്കാൻ പറ്റുന്നത്? ആ ഒരു ചിന്ത എന്നെ കുറേ അലട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഒരു ഫിസിക്സ് സയൻറ്റിസ്റ്റാണ്. ആളുടെ പേര് ടെസ്ല എന്നാണ്. നമ്മൾ പലപ്പോഴും ടെസ്ലയുടെ കുറേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഫിസിക്സ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്ലയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കാണാനിടയായി. ടെസ്ല ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ സ്പേസ് ടൈം ആക്സസിൽ ഇങ്ങനെ അലയടിച്ച് നീങ്ങുന്ന വേവ് പോലെയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സ്പേസ് ടൈം ഈ 2 ആക്സസിൽ അലയടിച്ച് നീങ്ങുന്ന ജീവിതം പോലെയാണ്. കുറേ മോളിക്യൂൾസ് ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ സിമ്മട്രിക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ രൂപമെന്ന്.
ആ രൂപം ഈ ടൈം സ്പേസ് ആക്സസിൽ ഇങ്ങനെ വേവ് പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊരു പർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 65-70 വർഷം നമ്മൾ ജീവിക്കുമെങ്കിൽ 70 × 365 ദിവസമാണ്, ഇൻറ്റു 24 hours ഇൻറ്റു 60 minutes ഇൻറ്റു 60 seconds അപ്പോൾ ഓരോ സെക്കൻഡ്സും നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നതും നമ്മുടെ ജീവനാണ്. ആ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതന് വേണ്ടി ഞാൻ ജീവൻ ബലിയർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ കുറച്ച് എൻ്റെ സമയം മാറ്റി വയ്ക്കുന്നതും ഈ ജീവൻ്റെ ബലിയർപ്പണം തന്നെ. ആ വ്യക്തിക്ക് വേണ്ടി സമയം കൊടുക്കുക. അപ്പം എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുശ്രൂഷ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ഒരാളാണ്, ജോലി മേഖലയിലുമുണ്ട്. അപ്പോൾ എനിക്ക് ശുശ്രൂഷയിൽ ഏറ്റവും ഇഷ്ടം 1-to-1 മിനിസ്ട്രിയാണ്. അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ട്. ഒരാൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഒരാൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. യേശുക്രിസ്തുവും 1-to-1 മിനിസ്ട്രി ചെയ്തായിരുന്നു. സമരിയാക്കാരി സ്ത്രീയുടെ അടുത്ത് ചെന്ന് ചെയ്തത് ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്ക്. കാരണം അവിടെയും ഒരു വലിയൊരു കാര്യം മറഞ്ഞു കിടപ്പുണ്ട്. യേശു എല്ലാ അത്ഭുതങ്ങളും ചെയ്തപ്പോഴേ 3 ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് പോകും, നമുക്കറിയാം. ഇനി വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 12 പേരെയും വിളിച്ചുകൊണ്ട് പോകും. വേറെ കുറേ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പിനെ തന്നെ കൊണ്ടുപോയിരുന്നു. അവിടെയും ഒരു സെലക്റ്റീവ് നേച്ചർ കർത്താവിനുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, സമരിയാക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പോയപ്പോൾ ഈ ഏറ്റവും വേണ്ടപ്പെട്ട 3 പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അല്ലേ, ഇവരെ മാറ്റി നിർത്തി. നിങ്ങൾ വരണ്ട, ഇവിടെ നിന്നോ, എനിക്കൊരാളെ കാണാനുണ്ട്. കാരണം ആ സമരിയാക്കാരി പറയുന്ന കാര്യങ്ങൾ വേറെ ആരും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളോടൊക്കെ ഒത്തിരി പേര് ഷെയർ ചെയ്യാറുണ്ട്, ഇന്ന പോലെ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം, ഇന്ന പോലെ ഒരു കാര്യമുണ്ട്. നമ്മൾ ചോദിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇത് വേറെ എങ്ങും ചെന്ന് വിളമ്പാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവർ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം ഒരു കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു കുമ്പസാര രഹസ്യം പോലെയാണ്. നമ്മളോട് ഒരാൾ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്, കാരണം ഒരു ആശ്വാസം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഷെയർ ചെയ്യണത്. നമ്മളിത് 10 പേരോട് പറഞ്ഞ് വീണ്ടും അയാളുടെ ആശ്വാസം കെടുത്തുക ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കർത്താവിന് ഇങ്ങനെ ഒരു സെലക്റ്റീവ് നേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾക്ക് കർത്താവ് മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ സമയം കൊടുത്തു അല്ലെ, നട്ടുച്ച നേരത്തെ ആ വെയിലും കൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്യുക. ശരിക്കും അത് ജീവൻ ബലി കൊടുക്കുക. എനിക്കും ചെയ്യാൻ ഏറ്റവും ഇഷ്ടം മിനിസ്ട്രി അതാണ്. ഒറ്റയ്ക്ക് ഒരാളെ കേൾക്കുക. ഞാൻ മണിക്കൂർ കണക്കിനിരിക്കും, ഇരുന്ന് ഞാൻ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ കേൾക്കും, 2 മണിക്കൂർ 2.5 മണിക്കൂർ കേൾക്കും. ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അല്ല, കർത്താവ് ഒത്തിരി കാര്യം കേട്ട് കഴിഞ്ഞിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു, നിത്യജീവൻ്റെ ജലം ഞാൻ തരാം, ഇത് കുടിച്ചാൽ പിന്നെ നീ ഒരിക്കലും മരിക്കത്തില്ല എന്ന് പറഞ്ഞ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ദൈവം തേടുന്നു എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്തു. കാരണം അവൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇത് നമ്മൾ ചെയ്താൽ മതി. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വ്യക്തികളെ നമ്മളൊന്ന് കേട്ടാൽ മതി. വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നേ, കേൾക്കാൻ ആളില്ല, അതാ പ്രശ്നം. കാരണം നമുക്കൊക്കെ കേൾപ്പിക്കാനല്ലേ അറിയത്തുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേട്ടോണം. അത് വീട്ടിലാണേലും ഓഫീസിലാണേലും. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചോണം. അവരെ കേൾക്കാനായിട്ട്, അവരുടെ ഭാഗം ചിന്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാവില്ല. ഇനി ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മുടെ അടുത്ത് വരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം കടബാധ്യത ഉണ്ട് ഒരാൾക്ക്, ഒരു 10-20 ലക്ഷം രൂപ കടം, അല്ലെങ്കിൽ 2 കോടി രൂപ കടം. ഇതും പറഞ്ഞ് ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, ഇതിങ്ങനെ പതുക്കെ കേട്ട് മനസ്സിലാക്കും. ഇതെന്തുകൊണ്ടാണ് കടം വന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ബിസിനസ് എങ്ങനെയൊക്കെയാണ് ചെയ്തത്, അപ്പോൾ എവിടെയൊക്കെയാണ് ഇവരുടെ ലാക്ക് വന്നേക്കുന്നത്. അപ്പം ഈ ആത്മീയതയും ഈ ഭൗതികതയും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പോൾ ആത്മീയതയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു പോരായ്മയാണ് ഭൗതികതയിൽ റിസൾട്ട് വരാത്തതിന് കാരണം. അതങ്ങനെയാണ്, ഇത് തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മീയതയിൽ എൻ്റെ ഹൈഡ് ചെയ്യപ്പെട്ട ജീവിതം, ഒരു ആന്തരിക വ്യക്തിത്വമുണ്ട്, ഒരു ഇന്നർ ലൈഫുണ്ട്, ഒരു ആത്മീയ തലമുണ്ട്. ആ തലത്തിൽ എവിടേക്ക് ഒരു ചേഞ്ച് വരാനുണ്ട്. ആ ചേഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും ഇയാളുടെ കയ്യിൽ നിന്ന്. ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്ന പാർട്ടിലാണ്, ഇന്നിടത്താണ് പ്രശ്നം.
അപ്പോൾ ഇത് ഇവരുടെ വായിൽ നിന്ന് തന്നെ വരും. എന്നിട്ട് പതുക്കെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ആ ഒരു സംഭവം മാത്രം ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി, പതുക്കെ പതുക്കെ മാറിക്കോളും. അപ്പോൾ ഇത് പലരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു 2 കോടി രൂപ കടമായിട്ട് വരുന്നു. അപ്പം ആരുടെയും ഒരു കൗൺസിലേഴ്സിൻ്റെ അടുത്തോ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്തോ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ അയാൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വരുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ 2 കോടി രൂപ ക്രെഡിറ്റായി. ഇത് പ്രതീക്ഷിച്ച് വരുന്നവരാണ് കൂടുതലും, മെജോറിറ്റി. പക്ഷെ അത് നടക്കില്ല. കാരണം ഒരു കാത്തലിക് തിയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ആ ഒരു റൂട്ടിലേ ദൈവം ചെയ്യത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കടബാധ്യത വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു വ്യക്തി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഇയാളെ സഭയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ കൂദാശകൾ, സാക്രമെൻ്റൽ ലൈഫ്, വചനം, ജപമാല, അങ്ങനെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം അയാൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരും. കാരണം ഇത് നന്നായിട്ട് പറഞ്ഞ് അയാളെ മനസ്സിലാക്കേണ്ടി വരും. അതിന് നമ്മൾ നല്ല സമയം എടുക്കേണ്ടി വരും. കാരണം ഇപ്പം ഒരു ഇരുമ്പ് കഷ്ണം നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇത് തുരുമ്പ് പിടിച്ച് കിടക്കാമെന്ന് വെച്ചോ, ഇതിന് എത്ര പ്രാവശ്യം നമ്മൾ ഇത് ഫയൽ ചെയ്ത് ഇത് ക്ലിയർ ആക്കേണ്ടി വരും. അല്ലെ ഒരു സ്വർണം ഒരു ആഭരണമാക്കി മാറ്റണമെങ്കിൽ ഇത് എത്ര പ്രാവശ്യം ഇത് ശുദ്ധീകരിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. കാരണം ഒരു പ്രശ്നത്തിലൂടെ കടക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ വന്ന് മൂടി ഇതെല്ലാം നമ്മൾ പയ്യെ തുറന്ന് എടുക്കണം. അത് 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ തീരില്ല, ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും. എൻ്റെ ഒരു പ്രിയപ്പെട്ട വൈദികനുണ്ട്, എൻ്റെ ഒരു ആത്മീയ ഗുരുവാണ്. ആ മനുഷ്യനെയൊക്കെ ഞാനിങ്ങനെ സ്തുതിച്ചിട്ടുണ്ട്. ആ വ്യക്തിയൊക്കെ ഞാൻ ഒരു ദിവസം ഒരു ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ചേട്ടന് വേണ്ടി ആ മനുഷ്യൻ രാവിലെ 9 മണി തൊട്ടിട്ട് ഈ ചേട്ടൻ്റെ കൗൺസിലിംഗ് കൊടുത്തു, ഒരു 12-12:30 വരെ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുമ്പസാരിപ്പിക്കാൻ ഒരുക്കിയെടുത്തിട്ട് ഒരു 12:30 കുമ്പസാരം തുടങ്ങിയിട്ട് എൻ്റെ 2:45 കുമ്പസാരം തീർന്നപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഈ വൈദികൻ ആരാധന വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് സകല കെട്ടുകളും അഴിച്ചെല്ലാം കഴിഞ്ഞ് കുർബാനയും തന്ന് വിട്ടപ്പോഴത്തേക്ക് 5:30 ഈ വൈദികൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ലേ അച്ഛൻ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നച്ഛ ഇതെങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചു. ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, എൻ്റെ മോനെ, ആ വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവിന് വേണ്ടിയും കൂടിയാണ് ഈശോ മരിച്ചത്. ആ മരിച്ച വേദനയുടെ അത്രയും വരത്തില്ലടാ എൻ്റെ ഈ വെള്ളം കുടിക്കാതെയുള്ള ഈ നിപ്പ്. ഒരു തീപ്പൊരി സാധനമാണ് ആ വൈദികൻ. 40 ദിവസമൊക്കെ പരിശുദ്ധ കുർബാന മാത്രം കഴിച്ചിരിക്കും. ഒരു അറിയപ്പെടുന്നൊരു കോളേജിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു. ഇപ്പോൾ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമോ. ഒരു തീപ്പൊരി സാധനം, സമയം സ്പെൻഡ് ചെയ്യുന്നു, അതും ബലിയാണ്. ഇങ്ങനെ മനസ്സിലാക്കണം അവരെ. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പതുക്കെ സഭയിലേക്ക് റൂട്ട് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ കർത്താവ് ഒരു വിത്തിട്ട് കൊടുക്കും. ആ വിത്തെന്ന് പറയുന്നത് ഈ കടബാധ്യത ഓവർകം ചെയ്യുക. ഇനി അയാളുടെ ഉത്തരവാദിത്വമാണ് ഇതിനെ പൊട്ടി മുളപ്പിക്കേണ്ടത്, ഇതിനെ വളർത്തിയെടുക്കേണ്ടത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. അത് പതുക്കെ പൊട്ടി വളരാൻ തുടങ്ങും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വ്യക്തി വേറൊരു കഴിവിലേക്ക് എത്തുക. ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് നന്നായിട്ട് ഇയാൾ പഠിക്കുക. ഒരു മണി മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ പഠിച്ചിട്ട് ഇയാൾ പയ്യെ കടം വീട്ടാൻ തുടങ്ങും. അങ്ങനെ ഒരു 10 വർഷം കൊണ്ടൊക്കെയാണ് ചിലപ്പം ഈ 2 കോടി രൂപ ഇയാളുടെ സ്വന്തം എഫേർട്ടിൽ ഇയാളത് ഡെവലപ്പ് ചെയ്ത് ഇയാൾ വീട്ടി അപ്പുറം നിൽക്കും. ആ സമയത്ത് ഇയാളുടെ ഉള്ളിൽ നിറയുന്ന കഴിവുകൾ എന്തുമാത്രമാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, എല്ലാവരുടെയും കൺസെപ്റ്റ് ഇതാണ്, ചെന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു അഭിഷേകം അങ്ങോട്ട് ഇറങ്ങുന്നു, ആ സമയത്ത് കടം മാറുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അവന് 4 കോടി രൂപ കടം വരും. ഇത് വരുമ്പോഴും പിന്നെയും ഓടും. അത് കഴിയുമ്പോഴത്തേക്ക് അത് മാറും, 8 കോടി രൂപ കടം വരും. പക്ഷേ ഈ ഒരു 2 കോടി രൂപ കടം വന്നിട്ട് സഭയിലേക്ക് പോയിട്ട് കുർബാനയിലേക്ക് ഫോക്കസ് ചെയ്ത് ഇവൻ ഈശോയുടെ കൂടെ ഇരുന്ന് കുമ്പസാരം എന്നൊക്കെ പറയുന്ന ജീവിതത്തെ മാറ്റം വരുത്തുക, രൂപാന്തരപ്പെടുത്തുക. എന്തുകൊണ്ട് കടം വന്നു അത് മനസ്സിലാക്കിയിട്ട് ഇനി കടം വരാതിരിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്, അത് വരുത്താനുള്ള കൃപ വാങ്ങിച്ചെടുക്കുന്ന കുമ്പസാരക്കൂട്. അവിടുന്ന് അതുപോലെ കുമ്പസാരിച്ച് അതിന് സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. കാരണം അമ്മ ഈ കാലചക്രത്തെ ചലിപ്പിക്കുന്നവളാണ്. 10 വർഷം കൊണ്ട് നമ്മളുണ്ടാവേണ്ട കഴിവുകളൊക്കെ അമ്മ ഇത് സഡനായിട്ട് 1 വർഷം കൊണ്ട് നമുക്ക് വാങ്ങിച്ചു തരും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് ജപമാല ചൊല്ലി അങ്ങനെ സഭയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സഭയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ വേറൊരു തലത്തിലേക്ക് മാറുക, ജീവിത സ്റ്റാറ്റസ് മാറുക. അങ്ങനെ ആ വ്യക്തി ഒരു 10 വർഷത്തിനുള്ളിൽ ഈ കടബാധ്യത മൊത്തം മാറിക്കഴിഞ്ഞാൽ
പിന്നീട് ആ വ്യക്തിക്ക് ഒരു കടം വരില്ല, അയാൾക്ക് കടം വരില്ല. കാരണം ആ വ്യക്തി ജീവിക്കാൻ പഠിച്ചു, കടമില്ലാതെ ജീവിക്കാൻ പഠിച്ചു. അതിനുശേഷം ആ വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരിക്കലും പൊട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു ലെവലിൽ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ഫലം കായ്ക്കുന്ന വ്യക്തികളായിട്ട് നമ്മുടെ സ്നേഹിതരെ നമുക്ക് രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ആ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചേ പറ്റൂ, സമയം കൊടുത്തേ പറ്റൂ. അല്ലാതെ ഇടുപിടിയുന്ന സാധനം നടക്കത്തില്ല. ഒരു വാക്ക് 2 വാക്ക് പറഞ്ഞു പോയി നടക്കത്തില്ല. ഞാൻ എൻ്റെ IPSRൽ വരുന്ന പിള്ളേരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി സമയം കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടി. അവർ പറയും, ഒത്തിരി വിഷമങ്ങളൊക്കെ അങ്ങ് പറയും, എല്ലാം ഇരുന്ന് കേൾക്കും. കേട്ടിട്ട് അവസാനം 2 വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ കേട്ടില്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ അല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി നമ്മുടെ ജീവൻ ബലി കൊടുക്കേണ്ടതാണ്. അല്ല കേൾക്കണം, അല്ല ഭാര്യമാരെയൊക്കെ ഇരുന്ന് കേൾക്കണം. കേട്ടില്ലെങ്കിൽ എന്താ പറ്റുന്നത്? അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം അവരിങ്ങനെ തത്ത പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിരുന്ന് കേട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. സമയം കൊടുക്കണം. മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവൻ ബലി അർപ്പിച്ചേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കുക. സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചെന്ന് അധ്വാനിക്കാനല്ല, അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് സമയം കൊടുക്കണം, കൊടുക്കാൻ പറ്റണം. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്കും സമയം ഉണ്ടാവത്തില്ല നമുക്ക് വേണ്ടി, നമ്മൾ പ്രായമായി കഴിയുമ്പോൾ. കാരണം അതും ഒരു ജീവൻ്റെ ബലിയർപ്പണം. ബലിയർപ്പണം ഇല്ലാതെ റിസൾട്ട് ഇല്ല. നമ്മുടെ കമ്പനിക്ക് വേണ്ടി സമയം കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി സമയം കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സമയം കൊടുത്തേ പറ്റത്തുള്ളൂ. ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം കൊടുത്തേ പറ്റത്തുള്ളൂ. അതെല്ലാം നമ്മുടെ ജീവിതം ബലിയർപ്പിക്കുന്ന പോലെ. ഇതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കാണ് ദൈവം മാറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം കൊടുക്കാം സ്നേഹിതന് വേണ്ടി. അതാ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:13 പറയുന്നത്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അത് നമ്മുടെ സമയം വിനിയോഗിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹം വേറെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്തിൽ നമുക്കൊരു ഭൂരിഭാഗ സമയവും ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഒരു സമയം പോലും പാഴാക്കി കളയരുതേ. വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നീ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ, അല്ലേ? ഒന്നല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ ആത്മാക്കളെ സമർപ്പിച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും നമുക്ക്. അതെങ്കിലും നമുക്ക് ഒരു എഫേർട്ട് ഇല്ലാത്തൊരു കാര്യമാണല്ലോ, ശരിയല്ലേ? അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയം കംപ്ലീറ്റ് നമുക്ക് വിനിയോഗിക്കാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, പിതാവിൻ്റെ രാജ്യം പണിയാനായിട്ട് നമുക്ക് നമ്മുടെ ജീവൻ ബലി കൊടുക്കാം. ആ ഒരു ബലി ജീവിതം ആരംഭിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി സമയം പങ്കിടാനായിട്ടുള്ള ഒരു കൃപ പിതാവേ നീ തരണേ. പരിശുദ്ധ അമ്മേ, നീ അതിന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.